ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? പിന്നെ ഒരു വീഡിയോ കണ്ടതിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പണ്ടത്തെ പോലെ ഒന്നല്ല അല്ലേ ഇപ്പോൾ. നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലായ്മ ആരെടുത്ത് നമുക്ക് പറയാനൊന്നും പറ്റില്ലായിരുന്നു. പറഞ്ഞാലും നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ അല്ലേ നമ്മളതിനെ സഹായിക്കുള്ളൂ. നമ്മളെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ നമ്മളെ സഹായിക്കൂല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇപ്പം നമുക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനൊരു നമ്മൾ വിഷമത്തിലാണെന്ന് പറഞ്ഞാൽ തന്നെ ചില ആൾക്കാരൊക്കെ സഹായിക്കും. അതിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനില്ല എന്ന് പറഞ്ഞാലും അതേപോലെ അങ്ങനത്തെ നമ്മുടെ വീട്ടു ചെലവ് കുട്ടികളെ നോക്കണ കാര്യത്തിൽ അങ്ങനെയൊക്കെ വല്ല ബുദ്ധിമുട്ട് വന്നാലൊന്നും ഇപ്പോൾ ആരും തരുമൊന്നുമില്ല. പിന്നെ നമുക്ക് വല്ല അസുഖം വന്നാലാ അല്ലെങ്കിൽ ഒരു വീടില്ലാതെ അത്രയും വീട് ശോചനീയാവസ്ഥ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ അതിന് പറ്റുന്ന നല്ല ആൾക്കാരൊക്കെ വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമ്മളതിനെ ആൾക്കാർ സഹായിക്കുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ്. എന്നാലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വരുമാനത്തിന് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഇല്ല ഇപ്പോൾ അല്ലേ. അങ്ങനെ ഇല്ല. എല്ലാവരും ചിലവിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ ചില കുടുംബങ്ങളിലെ ആൾക്കാർ ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഒറ്റപ്പെട്ട് പോയി കുട്ടികളൊക്കെ ചെറുതാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒരിക്കലും ആ കുട്ടികളെ നോക്കിയിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റില്ല. ഒരാ പെണ്ണുങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ഇല്ലാതാകുമ്പോൾ അവർ പെട്ടെന്നാണ് അവർ ഒറ്റപ്പെട്ടു പോണത്. അതായത് ചെറുപ്പത്തിലൊന്നും അങ്ങനെ എന്തെങ്കിലും തൊഴിൽ പഠിച്ച് ജോലി ചെയ്ത് വന്ന ആൾക്കാരാവില്ല. അപ്പോൾ പെൺകുട്ടികൾ ആവില്ല. അവർ ഈ അവരെ വാപ്പന്മാർ നോക്കി എന്നിട്ട് അവരെ കല്യാണം കഴിച്ചെടുത്തപ്പോൾ കുറച്ച് കാലം ഭർത്താക്കന്മാർ നോക്കി അങ്ങനെയൊക്കെ ആയിട്ട് പെട്ടെന്നാണ് അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോണത്. അപ്പോൾ അവർ വിചാരിക്കണം ജീവിതകാലം മുഴുവൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ ബാപ്പ എന്നെ നോക്കും, എൻ്റെ ആങ്ങന്മാരെന്നെ നോക്കും. ആ ഒരു ഇതിലാണ് അവരിരിക്കുന്നത്. ഒറ്റപ്പെട്ട് പോകും. അപ്പം നമുക്ക് നമ്മുടെ കാലം നിൽക്കേണ്ടി വരും എന്നുള്ളതൊന്നും അപ്പം ചിന്തിക്കുന്നുണ്ടാവില്ല. ഇപ്പം എൻ്റെ ഇപ്പം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ജീവിച്ച് വന്നിട്ടുണ്ടാവും. പക്ഷെ പെട്ടെന്ന് അവർ ഒറ്റപ്പെട്ട് പോകുമ്പോൾ അവർക്ക് പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം, ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുക, അവരവരെ വിഷമങ്ങൾ പറയുക. അപ്പോൾ ദയ തോന്നിയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ച് പോകണത് അല്ലേ ആൾക്കാർ. ഇപ്പോൾ അങ്ങനെ അല്ല, ചിലരൊക്കെ അങ്ങനെയാണ്. എല്ലാവരും നല്ല കേട്ടോ ഞാൻ പറയണത്. എല്ലാവരും അടിച്ചധിക്ഷേപിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യവും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, പറ്റുന്ന ആൾക്കാരുണ്ട്, കുട്ടികളെ തന്നെത്താനും നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും അടിച്ചധിക്ഷേപിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗതികെട്ട അവസ്ഥയിലായി, ഞാൻ മറ്റൊരാളുടെ അടുത്ത് കൈ നീട്ടിയിട്ട് ജീവിക്കേണ്ട, സഹായം ചോദിച്ച് അവരുടെ ദയ കൊണ്ട് അവരെന്തെങ്കിലും 10-100 തന്നാൽ അതുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനെന്ന് വിചാരിച്ച പിന്നെ ഞാൻ ഒന്ന് എൻ്റെ അഹങ്കാരമല്ല, ആ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ നമ്മളൊന്ന് ഒതുക്കേണ്ടി വരും. നമ്മൾ മറ്റൊരാളുടെ കഴിഞ്ഞിട്ട് ജീവിക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർക്ക് കാണുന്ന ആൾക്കാർക്ക് പലതും പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളതിനെ റിയാക്ട് ചെയ്തിട്ടോ അവരെ നേരെ ചാടിക്കളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ആരിനെ ആശ്രയിക്കണില്ലെങ്കിൽ ആരടുത്തും പോയിട്ട് ഒന്നും കഴിഞ്ഞിട്ട് വാങ്ങാതെ നമ്മൾ ജോലി കിട്ടണോണ്ട് കിട്ടണതുകൊണ്ട് ഒതുങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പറയുമ്പോൾ നമുക്കത് റിയാക്ട് ചെയ്യാനും അതിനൊക്കെ പറ്റും. പക്ഷെ മറ്റുള്ളവരുടെ സഹായത്തിന് ആൾ ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളിനെ സഹായിക്കണത് കാസർഗോഡുള്ള ആളാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളല്ലാണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരൊന്നല്ല ഇപ്പോൾ ആൾക്കാർ സഹായിക്കുന്നത്. ഓരോരോ സ്ഥലത്തുള്ള ആൾക്കാരാണ്. നമ്മളത് യൂട്യൂബിൽ ഇതിലൊക്കെ ഒന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അവർ സഹായിക്കുന്നത്. പിന്നെ അത് വാങ്ങിയിട്ട് അവർ തരുന്നത് വാങ്ങി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരത് ആരോഗ്യ പ്രശ്നം, ഇപ്പോൾ പഠിപ്പിൻ്റെ പ്രശ്നമായാലും ഒക്കെ ചെയ്തിട്ട് ഒന്ന്
ഒതുങ്ങണത് നല്ലതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരാളൊരു 10 രൂപ തന്ന അതിപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇവരോടൊന്നും പറയേണ്ട കാര്യമില്ല. ആൾ തന്നു എന്ന് പറയാം. അപ്പോൾ അത് ആൾ തന്നെന്ന് പറയുമ്പോൾ ആൾ എനിക്കൊരു 100 രൂപ തന്നല്ല, 1000 രൂപ തന്നെന്ന് മറ്റാൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ ആളുടെ മനസ്സിൽ അൽഹംദുലില്ലാ അവൾക്ക് കിട്ടിക്കോട്ടെ എന്നല്ല ചിലപ്പോൾ ഉണ്ടാവുക. ആളുടെ മനസ്സിൽ വേറെ ചിലപ്പോൾ കുറ്റോ അസൂയോ വേറെ ആൾക്ക് കിട്ടാത്ത ദേഷ്യമോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആളുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആൾ അപ്പുറത്ത് പോയി പറയും, ഇപ്പുറത്ത് പോയി പറയും, അവൻ്റേന്ന് മേടിച്ചേ അവളേന്ന് മേടിച്ചേ. പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണൊറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവളെക്കുറിച്ച് പറയുന്നത് അവളിനി എന്ത് ത്യാഗം സഹിച്ചിട്ട് ജീവിച്ചോട്ടെ, അവളേനൊരു നല്ലതാരും പറയില്ല, ആരും പറയില്ല. ഇപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ പറയണം. ഒറ്റപ്പെട്ടു പോയാൽ പിന്നെ ആരും നല്ലത് പറയില്ല. അവളെ എത്ര അന്തസ്സായിട്ട് ജീവിച്ചാലും ആരും നല്ലത് പറയില്ല. ഒക്കെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, അപവാദം പറയണവരും അപരാധം പറയണവരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു രൂപ ഒരാൾ തന്നു കഴിഞ്ഞാൽ അത് അപ്പുറത്ത് പോയി പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ ഗതിയോടുകൊണ്ടാണ് നമ്മൾ കൈ നീട്ടി ചോദിച്ചിട്ട് വാങ്ങിയതാണ് ആ പൈസക്ക് ഇന്ന് വലിയ കാര്യം. പണ്ടത്തെ പോലെ പൈസ ഇല്ലാതൊന്നും ജീവിക്കാൻ ഇന്ന് പറ്റില്ല. ഒരു ദിവസം വേണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണല്ലേ, അതെല്ലാവർക്കും അറിയാം. എന്നിട്ട് പിന്നെ ആളോട് ചെന്ന് പറഞ്ഞ് എന്നിട്ട് ആ ആളത് ഞാൻ വിചാരിക്കുന്ന ആ ഒരു അർത്ഥത്തിലാവില്ല ആളത് എടുത്തുണ്ടാവുക. ആ ആളത് അപ്പുറത്ത് പറഞ്ഞ് ഇപ്പുറത്ത് പറഞ്ഞ് അങ്ങനെ ആ പൈസ കൊടുത്ത ആളെ ചെവിയിൽ പെടുകയാണത്. അപ്പോൾ ആള് ചോദിക്കും, ഞാൻ എനക്ക് ആരും അറിയാണ്ട് ഞാൻ എനക്ക് തന്ന പൈസ ഈ നാട്ടിലൊക്കെ ആകെ പാട്ടായില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് തമ്മിൽ തല്ലാവും, ഇവര് തമ്മിൽ തല്ലാവും. നീ എന്തിനാ അത് അവരോട് പറഞ്ഞ് ഇവരോട് പറഞ്ഞെന്ന് വെച്ചാൽ. അപ്പം അതിനൊന്നും നിൽക്കണ്ടല്ലോ. നമ്മൾ നമ്മുടെ വിഷമം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുന്നത്. അതിപ്പോൾ ആ ആള് ഇന്ന ആള് പേര് പറഞ്ഞിട്ട് ഇന്ന ആൾ ഇന്നത് തന്നു എന്ന് അപ്പുറത്തിപ്പുറത്തൊന്നും പോയി പറയേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് ഇട്ടൊക്കെ തോന്നുന്നത്. എന്നിട്ട് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് അടി. അപ്പോൾ ആളുടെ ഭാഗത്തും തെറ്റുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ തെറ്റ് ഈ ആളുടെ കയ്യിലുണ്ടാവും. അത് അപ്പുറത്ത് പോയി പറയേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അവൾ പറഞ്ഞു എന്ന് വെച്ചാൽ അവൾ മുടിച്ചില്ലല്ലോ, അവൾ എന്നോട് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയല്ലോ, അല്ലെങ്കിൽ അവളെ കുഞ്ഞുങ്ങൾ പട്ടിണിയില്ലാതെ ജീവിക്കണ്ടല്ലോ എന്ന് അങ്ങനെ വിചാരിക്കാനുള്ള ഒരു മനസ്സ് അവൾക്കും ഉണ്ടാവണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടു കൂട്ടരും കൂടിയിട്ട് വേണ്ട അടി. എന്നിട്ട് എന്ത്, ഈ സഹായിച്ച ആളേനെ വിളിച്ചിട്ട് പൂര തെറി പറച്ചല. നിങ്ങളപ്പം തന്നോ, നിങ്ങളിപ്പോൾ തന്നോ, നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടാണോ തന്ന്, നിങ്ങളോട് ഞാൻ അങ്ങനെയാണോ തന്ന് ഇങ്ങനെയാണോ തന്ന് എന്ന് പിന്നെ പറയണ്ട. അപ്പം ഈ കൊടുത്താലുള്ള മനസ്സിൽ എന്താ ഉണ്ടാവുക, വേണ്ടിയിരുന്നില്ല ഇരിക്കുക, എന്താ കയ്യിലുള്ള വടി കൊടുത്തിട്ട് അടി വാങ്ങിച്ചെന്നുള്ള ആ ഒരു ഇത് അവരുടെ മനസ്സിലും വരും അല്ലേ. അപ്പോൾ ആ ആൾക്ക് പിന്നീട് ഒരിക്കലും ഒരാൾ ഇതാ മരിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പോലെ ആൾക്കൊരു 10 രൂപ എടുത്ത് കൊടുക്കാൻ തോന്നില്ല. എന്താ മറ്റവൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ അല്ല ഉണ്ടായി, അവളെൻ്റെ കുടുംബം കലക്കി, അല്ലെങ്കിൽ ഞാനൊരു സഹായം ചെയ്തിട്ട് അവൾ നാട്ടിൽ മുഴുവൻ പറഞ്ഞതിൻ്റെ നാറ്റിച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കൊടുത്താലും ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നുള്ളി കൊടുത്താലും അതന്നെയല്ല ഇപ്പോൾ അവസ്ഥ. അപ്പോൾ കൊടുക്കണ്ട, എടുത്ത കാശ് പോക്കറ്റിൽ തന്നെ വെച്ചിട്ട് പോകുന്ന ഒരവസ്ഥയിലോട്ട് എത്തിക്കുകയാണ് ഈ പെണ്ണുങ്ങൾ. മനസ്സിലാവുണ്ട. പിന്നെ ഇപ്പോൾ ചിലവർ കൊടുക്കുമ്പോൾ എന്താ വിചാരിക്കുക വെച്ചാൽ എന്താ പറയുക, അത് ഹയറായാലും ഷെയറായാലും നമ്മൾ കൊടുത്താൽ അത് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചത് നമ്മൾ കൊടുത്ത് പിന്നെ അതിൻ്റെ കൂലിയും ഒക്കെ തരുന്നത് പടച്ചോനാണല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ എനിക്ക് തന്നില്ലേ, എന്നെ സഹായിച്ചില്ലേ, എന്നെ അങ്ങനെ ആക്കില്ലേ ഇങ്ങനെ ആക്കില്ലേ എന്നൊന്നും ഞാനൊരിക്കലും പറയാൻ പാടില്ല അല്ലേ. ഞാനൊരാൾക്കൊരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പം തന്നില്ലേ ഇപ്പം തന്നില്ലേ എന്നൊന്നും ഞാനത് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പറയാനേ പാടില്ല അല്ലേ. പക്ഷെ ചിലവരങ്ങനെയല്ല, ഞാൻ അവൾക്ക് അങ്ങനെ കൊടുത്ത് അവൾക്ക് ഇങ്ങനെ കൊടുത്ത് എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ ചെയ്ത് അവളിങ്ങനെ ചെയ്ത് അപ്പോൾ നമ്മളൊരു 100 രൂപ ഒരാൾക്ക് കൊടുക്കുന്നത് ആ വാങ്ങിക്കുന്ന ആളെന്നും എൻ്റെ അടിമായി എടുക്കാനല്ല ഞാനത് കൊടുക്കണല്ലേ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷെ ഈ ആണുങ്ങളൊക്കെ ഈ പെണ്ണുങ്ങളെ ഒറ്റക്ക് താമസിക്കുന്ന അല്ല ഓരോ പ്രശ്നങ്ങൾ, കുട്ടികൾ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു സഹതാപം വരും. ഒറ്റക്ക് ഫുഡ് കൊടുക്കണ്ടേ, അവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ചികിത്സിക്കണ്ടേ, അവരൊന്ന് തൽക്കാലം ഒരു +2 വരെയും പഠിപ്പിക്കണ്ടേ.
അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ കാണുമ്പോൾ ആണുങ്ങൾ തന്നെ വിചാരിക്കും, കാണുന്നവരേ വിചാരിക്കും ഒരു 100 രൂപ കൊടുക്കാം, അതിപ്പോൾ എൻ്റെ ഭാര്യ അറിയില്ല, എൻ്റെ ഉമ്മ അറിയില്ല, എൻ്റെ ഉപ്പ അറിയില്ല, അത് കൊടുക്കാന്ന്. പിന്നീട് അത് ലോകൊട്ടാകെ അറിയുന്നൊരവസ്ഥ വരികയാണ്. അപ്പം ഈ കിട്ടണവർക്കൊരു ഒതുക്കം വേണ്ടേന്ന് ഞാൻ ചോദിക്കുന്നുട്ടാ. എന്തിനാണ് ഒരാൾ ഒരു 10 രൂപ സഹായിച്ചാൽ പിന്നെ അത് അവിടെ ഇവിടെയും പോയി പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോൾ എന്താ വെച്ചെങ്കിൽ മറ്റൊരാൾ അറിയില്ല, ആളോട് പറയില്ല എന്ന് ഉറപ്പുള്ള ഒരാളോട് പറയുക. അല്ലാതെ ഈ നാട് മുഴുവൻ വീശി നടക്കുന്ന ആൾക്കാരോട് ഇങ്ങനത്തെ സ്വകാര്യത ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അത് രഹസ്യമായിട്ടിരിക്കും, അത് തന്ന ആളെ ചെവിയിലെത്തും. അപ്പം അത് പിന്നീട് അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല, ബോധമില്ല. എന്നിട്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് അടി കൂടന്നെ വേണ്ട അടി. എന്നിട്ട് ഈ തന്ന ആളെന്നെ വിളിക്കുന്നതാണ് ഏറ്റവും മോശമായൊരു അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ഈ തന്ന ആളെന്നെ വിളിച്ചിട്ട് ചീത്ത പറയണം. അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളില്ലേ എന്തൊക്കെ കാണണം. യൂട്യൂബ് പറഞ്ഞ കുറേ ആയിട്ട് തുറക്കലും ഇല്ല, അതുകൊണ്ട് തന്നെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്ത് കാര്യത്തിനും ഈ ഒരലെണ്ണ തിന്നായാലും വിരലോണ്ട് ഒരു മറ വേണമെന്ന് കാരണവന്മാർ പറയില്ല, അത് വേണം കേട്ടോ. അപ്പോൾ ഇത് എത്ര നിങ്ങൾ പരിഷ്കരിച്ച് ന്യൂ ജനറേഷൻ വന്നാലും എന്ത് പരിഷ്കാരം വന്നാലും എത്ര കാലം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും അത് വേണം മക്കളെ. ഞാൻ വരാൻ പോണവരോടും ഇനിയിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കണവരോടും ഇനി വളർന്നു വരുന്നവരോടും ഒക്കെയാണ് പറയുന്നത്. ഈ ഒരലെണ്ണ തിന്നായാലും വിരലോണ്ടൊരു മറ വേണം, അത് വേണം. അത് നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. അല്ല അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ. അപ്പം എത്ര വലിയ കാര്യം ചെയ്യുമ്പോഴും എല്ലാവർക്കും ഒന്ന് മറച്ചു പിടിച്ചിട്ട് ചെയ്യുക. ഓക്കെ എന്നാലട്ടാ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.